ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും മൂന്നാം തവണയും മോദി എന്നുള്ളതിൽ ഉറപ്പിക്കുകയാണ് സർവേ ഫലങ്ങൾ. ഇന്ത്യ മുന്നണി വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അവർ വിചാരിച്ച തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ആ ഐക്യം അത്ര ഗുണകരമായി പ്രവർത്തിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റുള്ളവരുടെ കാര്യം സീറ്റുകൾ നമുക്ക് ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ UDFന് പ്രാമുഖ്യം കിട്ടുന്നു. LDFന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ABP വരെ പ്രവചിക്കുന്നുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഹരിദാസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഹരിദാസ്, എന്താണ് താങ്കൾ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? എന്താണ് കഴിഞ്ഞകാല സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒട്ടേറെ ശരിയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാവും. കാരണം നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേറുമ്പോൾ എക്സിറ്റ് പോളിന്റെ കണക്ക് പ്രകാരം വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസമല്ലാതെ നരേന്ദ്രമോദി വീണ്ടും രണ്ടാം ഘട്ടവും അധികാരത്തിലേറുമെന്ന് പറഞ്ഞ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമല്ലാത്ത ഒരു ഫലമാണ് മൂന്നാം തവണയും വന്നിരിക്കുന്നത്, വരാൻ പോകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ കേരളമാണ് എപ്പോഴും നമ്മുടെ ചാനലുകൾ, കേരളത്തിലെ ചാനലുകൾ എന്നും BJPക്കെതിരായിരുന്നു, BJP അവഗണിക്കുന്ന സമീപനമായിരുന്നു. പക്ഷെ BJP കേരളീയ മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് സർവേ ഫലങ്ങൾ നമുക്ക് വ്യക്തമാക്കുകയാണ്. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച കേരളത്തിന്റെ വികസനം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നരേന്ദ്രമോദിജി സർക്കാർ 2014 അധികാരത്തിലേറിയതിനു ശേഷമാണ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നിരവധി വികസന പദ്ധതികൾക്ക് ജീവൻ വെച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനമാണ്, സങ്കല്പമാണ് എന്ന ബോധ്യം സമൂഹത്തിനുണ്ട്. അഴിമതിരഹിത ഭരണം നമ്മുടെ രാജ്യത്ത് കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രിയും ടീമുമാണ് NDAയുടെ ടീം. സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ഭൂരിപക്ഷം കേരളത്തിൽ ഉൾപ്പെടെ കിട്ടേണ്ടതല്ലേ? ഇവിടെ LDFും UDFും പരസ്പരം കടിച്ചു കീറുന്ന പോലെ ഏറ്റുമുട്ടിയിട്ടും NDAക്ക് അതിൽ നിന്ന് നേരിയ വിജയമുണ്ടാക്കാനാണ് കഴിയുന്നത്. അത് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തോട് നരേന്ദ്രമോദിയോടും അത്ര വലിയ മതിപ്പാണെങ്കിൽ 2-3 സീറ്റുകളിൽ ഇപ്പോൾ പ്രവചിക്കുന്നത് പോലെ ഒതുങ്ങില്ലല്ലോ. അല്ല, കേരളത്തിലെ ജനങ്ങൾ എന്നും നമുക്കറിയാലോ, കഴിഞ്ഞ തവണ രണ്ടാം ഘട്ടം നരേന്ദ്രമോദിജി അധികാരത്തിലേറുമ്പോൾ അതിന് മുഖം തിരിഞ്ഞു നിന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചത്. അന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇതാ കേരളത്തിൽ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ പ്രചരണമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. പക്ഷെ ഇത്തവണത്തെ പ്രശ്നം എന്താ? ഈ രണ്ട് മുന്നണികളും ഒരുമിച്ചാണ് മത്സരിച്ചത്. പക്ഷെ കേരളീയ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല. തമിഴ്നാട് പോയാലും ആന്ധ്രയിൽ പോയാലും കർണാടകത്തിൽ പോയാലും ഒരുമിച്ചാണ്, ഒരേ സ്റ്റേജിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ പതുക്കെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. കേരളം മാറില്ല, ഇത് കേരളമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 400 സീറ്റോളം BJP NDA സഖ്യം കിട്ടുമെന്നും മൂന്നാം ഘട്ടവും നരേന്ദ്രമോദിജി അധികാരത്തിലേറുമെന്നും ലോകത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ സാമ്പത്തിക രംഗത്ത് മുന്നേറുമെന്നും ഇന്ന് ബ്രിട്ടന് 5ാം സ്ഥാനത്താണെങ്കിൽ നാളെ 3ാം സ്ഥാനത്ത് ഇന്ത്യ കടന്നു വരുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കും. ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട്, അത് ചെയ്തു തീർക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും 2-3 മണ്ഡലങ്ങളുടെ കാര്യമാണ് ശ്രീ ഹരിദാസ് പറയുന്നത്. നമുക്ക് അതിലോട് കൂടുതൽ യോജിക്കാൻ കഴിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ആയൂർ ബിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആയൂർ ബിജു, LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2019 പോലെ തന്നെ സമാനമായ ഒരു സാഹചര്യം കാണുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കില്ല ആരും. എങ്കിലും ഈ ചിത്രം എന്താണ് മനസ്സിലാക്കേണ്ടത്? അജിൽ സാറേ, ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു എക്സിറ്റ് പോൾ ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ ഫലവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാര്യം ഞങ്ങളുടെ മുന്നിലുള്ളത് കഴിഞ്ഞ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു എക്സിറ്റ് പോൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾ ഇല്ലാതാകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരികയില്ല എന്ന് പല വലതുപക്ഷ മാധ്യമങ്ങളും പറഞ്ഞപ്പോഴും ഞങ്ങൾ അധികാരത്തിൽ വന്നു. അതിന് തൊട്ടു മുന്നേ കേരളത്തിലെ വിവിധങ്ങളായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകള് ഞങ്ങൾ വരില്ല,
BJP അതൊന്നും അല്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പും ശ്രീ ആയൂർ ബിജു, തദ്ദേശ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നും അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് താങ്കൾക്കും വ്യക്തമായി അറിയാവുന്നതല്ലേ. ഇതിപ്പോ 2019 തന്നെ നേരെ പറിച്ചു വെക്കുകയാണ് ഇങ്ങോട്ട്. അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഈ ഏത് തെരഞ്ഞെടുപ്പായാലും നിലവിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഓരോ എക്സിറ്റ് പോളും വൃത്തിയായിട്ട് അല്ലെങ്കിൽ കൃത്യമായിരുന്നിട്ടില്ല. ഏതെങ്കിലും ഒരു എക്സിറ്റ് പോള് അതേപടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്ന് താങ്കൾക്കോ അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ? അല്ല, അങ്ങനെ വിശ്വസിക്കേണ്ട, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. പക്ഷെ ഇത്രയും LDFന് ഇത്രയും സീറ്റ് കുറവ് ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വരണമെങ്കിൽ അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പരോക്ഷമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ശ്രീ ആയൂർ ബിജു, അല്ല ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം തവണ ഊഴം ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഇടതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പോട്ടെ വലതുപക്ഷ മാധ്യമങ്ങൾ, സ്വതന്ത്ര മാധ്യമങ്ങൾ ആരെങ്കിലും 2ാമത് ഈ കേരളത്തിന്റെ ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യം വന്ന് ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ച് പക്ഷെ ഇത്തവണ എന്തായിരുന്നു LDFന്റെ പ്രതീക്ഷ? ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു LDFന്റെ പ്രതീക്ഷ? 13ഉം 14ഉം സീറ്റുകൾ വരെ നേടും, കേരളം തൂത്തുവാരും എന്നൊക്കെയല്ലേ നിങ്ങളുടെ നേതാക്കൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങിയെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്, അത് UDFനായിരിക്കും സംഭവിക്കുക എന്നല്ലേ നിങ്ങളുടെ നേതാക്കൾ പ്രചാരണത്തിൽ പറഞ്ഞത്? ഞങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നാളെ വോട്ടുകൾ എണ്ണട്ടെ, അതിനു മുന്നേ എന്ത് ആധികാരിക രേഖ വെച്ചാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ, ഈ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു രേഖ മുൻപ് യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശരി, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. നമ്മുടെ BJPയിൽ നിന്ന് N ഹരിദാസും ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ ഹരിദാസ്, ശ്രീ ആയൂർ ബിജുവും കേൾക്കുന്നുണ്ട്. നമുക്ക് ഈ LDFന്റെ കാര്യം പരിശോധിച്ചാൽ എന്താണ് പറ്റിയത്? NDAയുടെ മുന്നേറ്റം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം LDFന് ഉണ്ടാകുന്ന ഒരു തിരിച്ചടി ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 23% മുതൽ 26% വരെ വോട്ട് ഞങ്ങൾ കേരളത്തിൽ നേടുമെന്നും 2 മുതൽ 5 വരെയുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്. LDFന് 2ാം ഘട്ടത്തിൽ അധികാരത്തിലേറി എക്സിറ്റ് പോളിന്റെ ഫലം കണ്ടില്ലേ എന്നൊക്കെ ബിജു ചോദിക്കുമ്പോൾ അത് ഒരു ദുരന്തമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. 2ാം ഘട്ടം LDF ഗവൺമെന്റ് വന്നതോടുകൂടി ദുരന്തമായിരുന്നു കേരളത്തിലെ സാമ്പത്തിക അടിത്തറ നശിപ്പിച്ച ഒരു ഗവൺമെന്റ് ഇങ്ങനെയില്ല. കടമെടുക്കാനോ ഒരു ഗവൺമെന്റ്, കടം പഠിച്ച് ഭരിക്കാനൊരു ഗവൺമെന്റ്, ഓരോ ആളുകളെയും ഇവിടുത്തെ ഒരു സാധനത്തിന് പോലും വില വർദ്ധിപ്പിക്കാനുള്ള ഇപ്പൊ ഇന്നത്തെ പത്രമെടുത്ത് പരിശോധിച്ചാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും മാസത്തുനിന്ന് അവരുടെ ശമ്പളത്തിന്ന് അവർ കാലത്ത് മുതൽ ഈ 30 ദിവസം പണിയെടുത്തതിന് ശമ്പളത്തിന് പോലും വീണ്ടും വിഹിതം പറ്റുകയാണ്. അത് പറയുന്നത് എങ്ങനെയാ? പെൻഷന് ശേഷം കൊടുക്കുമെന്നൊക്കെയാ. പുതിയ സാമ്പത്തികമായിട്ട് എന്താണ് ജനങ്ങളെ പിഴിയുന്നതിന് വേണ്ടിയിട്ട് അതിലെ ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് ഇപ്പൊ മന്ത്രിമാരായി ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയും ടീമും എങ്ങനെയാണ് പൊതുസമൂഹത്തെ എങ്ങനെ പിഴിഞ്ഞെടുക്കണം എന്നതിനെ പറ്റി ചിന്തിച്ചു. ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്നല്ല, എങ്ങനെ പിഴിഞ്ഞെടുക്കണം, കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ വീർപ്പ് മുട്ടിക്കണം, എങ്ങനെ ദുരന്തം. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് ഭരണവിരുദ്ധ വികാരമാണ് ഈ കാണുന്നത് എന്നാണോ? ഭരണവിരുദ്ധ വികാരം 100% ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കേവലം ഇപ്പോൾ ഈ കാണുന്നതിനപ്പുറത്ത് ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കും. കാരണം ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഒരു ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണം വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് അഴിമതിയെ പുറത്തുകൊണ്ട് വരും. ഇപ്പൊ കേരളം പതുക്കെ മാറും. ഞങ്ങൾ ഒറ്റയടിക്ക് കേരളം മാറുമെന്നും ചിന്തിക്കുന്നില്ല. ത്രിപുര മാറിയിട്ടുണ്ട്, ബംഗാൾ മാറിയിട്ടുണ്ട്. ഇവിടെയും CPMന്റെ അധപ്പതനം ഇതോടുകൂടി തെളിയും. കാരണം ദേശീയ തലത്തിൽ തന്നെ CPMന്റെ ചിഹ്നം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ ചിഹ്നം നിലനിർത്തി കൊടുത്തത്. ഇപ്പോൾ അത് ഒരാൾ പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ദേശീയ തലത്തിൽ ഈ പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടും, ദേശീയ അംഗീകാരം നഷ്ടപ്പെടും. ഇത് സീറ്റ് മാത്രമല്ല, ദേശീയ അംഗീകാരം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രാദേശിക സംസ്ഥാന പാർട്ടിയായിട്ട് CPM മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളർന്നു വരികയാണ്.
ഞങ്ങൾ സാധാരണ നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, കൊലച്ച വാഴ കൊത്തണമെന്ന്. ഇതൊക്കെ കൊലച്ച വാഴയാണ്. അതുകൊണ്ട് എനിക്ക് കൊലക്കില്ലത്. ഇതൊന്നും ഇനി കായ് ഫലമുണ്ടാവാത്ത വാഴയായിട്ട് CPM-ഉം കോൺഗ്രസും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് BJP-യിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ. BJP പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എന്ത് പറയുന്നു അത് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നുവോ അത് പറയുന്നു. അപ്പോൾ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജീവിതത്തിലെ ഓരോ ആളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റുന്നു. അതോടൊപ്പം അടിസ്ഥാന വികസന മേഖലയിൽ അത് കുറെ കാലങ്ങളായി മുടക്കിക്കിടന്ന പലതും യാഥാർത്ഥ്യമാകുന്നു. വികസനം കൊണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം ആഗ്രഹിക്കുന്ന നാടിന്റെ നന്മയാണ്. ആ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് BJP-ക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത്. ഉത്തരേന്ത്യ സംസ്ഥാനത്ത് നേരത്തെ മനസ്സിലായി, ഇപ്പൊ കേരളത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളം പതുക്കെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളീയ ജനതയിലും മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുള്ളായ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാത്ത, അല്ലെങ്കിൽ അതിന് തിരിഞ്ഞു നോക്കാത്ത, അതിന്റെ കൂടെ നിൽക്കാത്ത കേരളീയ സമൂഹം ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റം തീർച്ചയായും മാറ്റം പ്രകടമായി കാണാൻ കഴിയും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ A. ഷുക്കൂർ കോൺഗ്രസിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ A. ഷുക്കൂർ, UDF-നെ ആശ്വസിക്കാം, അല്ലെങ്കിൽ ആഹ്ലാദിക്കാം. വലിയ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുകയാണ്. എന്താണ് അതിന് കാരണം? LDF 2019 സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് LDF നിൽക്കുന്നു. പക്ഷേ BJP അക്കൗണ്ട് തുറന്നേക്കും, അതും 2-3 സീറ്റ് എന്ന് അവരും കാണുകയാണ്. ഈ ചിത്രം താങ്കൾ എങ്ങനെ വിശ്വസിക്കുന്നു? BJP അക്കൗണ്ട് തുറക്കും എന്നുള്ള ചില എക്സിറ്റ് പോൾ ഫലം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായി തോന്നുന്നില്ല. കാരണം കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം അതായിരുന്നു എന്ന് മാത്രമല്ല. അല്ല, എനിക്ക് മനസ്സിലായില്ല, താങ്കൾ പറയുന്നത് അങ്ങനെ സംഭവിക്കുമെന്നാണോ? സംഭവിക്കാൻ സാധ്യതയില്ല. BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. മാത്രമല്ല പക്ഷെ ആ പറയുന്നതിൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് കേട്ടോ. എനിക്ക് ആ ശബ്ദത്തിൽ അങ്ങനെ തോന്നുന്നു. ആത്മവിശ്വാസക്കുറവില്ല, അങ്ങനെ വേണ്ട. കാരണം കണക്കുകൾ തന്നെ ഈ വോട്ടറിന്റെ ഒരു കണക്ക് നോക്കി LDF 0, UDF 17, അല്ല UDF 19, LDF 0, 3 NDA. ഇതെന്തൊരു കണക്കാണ്? ഇതെന്തൊരു ഒരു പ്രധാനപ്പെട്ട ഏജൻസിയുടെ എക്സിറ്റ് പോൾ ഫലമാണ് ഞാനിപ്പോ പറഞ്ഞത്. 19 UDF, LDF 0, NDA 3, NDA അല്ല NDA BJP-യുടെ ഭാഗം 3. ഇതെങ്ങനെ വിശ്വസിക്കാനാവും? അപ്പൊ ഒരു വ്യക്തത ഒരു കാര്യത്തിലും ഇല്ല. മാത്രമല്ല ഇത് ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പലതിന്റെയും പല രൂപത്തിലും പല കണക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നു. ഇത് 2004 പറഞ്ഞതുപോലെ പലതും തെറ്റിയതുപോലെ ഇത് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. കേരളത്തിൽ അതായത് ഷുക്കൂർ, ഇപ്പോൾ വ്യക്തമാകുന്ന കണക്കുകൾക്കപ്പുറമാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അതിലേറെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കണക്ക് കർണാടകയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല. മാത്രമല്ല ഈ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ബീഹാറിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പ്രചരിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? ഹരിയാനയിൽ കൂടുതൽ കിട്ടും ഇന്ത്യ മുന്നണിക്ക് എന്നും പ്രവചിക്കുന്നു. പ്രവചനം എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത് വിശ്വസിക്കാനാകുന്നില്ല ഒരു തരത്തിലും. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഈ എക്സിറ്റ് പോള് ഓരോ ഏജൻസി ചെയ്തതിന്റെ കണക്ക് ശാസ്ത്രം ഏത് രൂപത്തിലാണ് എന്നുള്ളത് ഒരു വ്യക്തതയോടുകൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഇതാണ് വസ്തുത. എന്തായാലും വോട്ട് വെട്ടിൽ കിടക്കുകയാണ്, എണ്ണാൻ പോകുന്നു. എണ്ണി കഴിയട്ടെ, നമുക്ക് നിജസ്ഥിതിയിലേക്ക് പോവാം. മുമ്പ് ബീഹാറിലുണ്ടായതുപോലെ 2004 കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ പലപ്പോഴും മറിയുന്ന അവസ്ഥ. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ഏജൻസികളും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമല്ലേ സംഭവിച്ചത്. അപ്പൊ അവിടെ നിൽക്കട്ടെ.
നമുക്ക് വരാം. തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ ചില സൂചനകൾ മാത്രമാണ് എന്ന് നമുക്കറിയാം. വളരെ നന്ദി ശ്രീ എ ഷുക്കൂർ, ശ്രീ എൻ ഹരിദാസ്, ഒപ്പം ശ്രീ ആയൂർ ബിജു, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി എത്തിയത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. NDAക്ക് വളരെ ശക്തമായ ഒരു സാന്നിധ്യം, മൂന്നാമതും മോദി എന്നതിലേക്കാണ് ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലേക്ക് എത്തിയാൽ UDFനെ കാണുന്നു വലിയ സാധ്യത, LDF താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേപോലെ താഴേക്ക് പോകുന്നു. ഒരു വശത്ത് താമര ഇങ്ങനെ വിരിയാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു, വിരിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇതാണ് ഏറ്റവും അവസാനത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ആ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയും കൂടുതൽ വ്യക്തത ഈ കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. സമയം 7:43. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.